മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ദാസനും വിജയനും പോലത്തെ രണ്ട് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. കുറെ സ്വപ്നമുള്ള രണ്ട് ചെറുപ്പക്കാര്. ആകെയുള്ള വ്യത്യാസം മോഹൻലാലും ശ്രീനിവാസനല്ല, അവരുടെ പകരം ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്റ്റോറി ഒന്നും എടുത്തു പറയുന്നില്ല. ഏതായാലും ഒരു പൊതു പ്രശ്നം സംസാരിക്കുന്ന സിനിമ തന്നെയാണത്. അതേതായാലും പ്രെഡിക്റ്റ് ചെയ്യാലോ. ഡിജോ സിനിമകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അത് അറിയാൻ സാധിക്കും. ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ സിനിമയിലും വോയിസ് റേസ് ചെയ്യുന്ന വ്യക്തിയാണ് ഡിജോ ജോസ് ആന്റണി. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലും കണ്ട ഏക ഒരു പ്രശ്നം അത് മാത്രമായിരുന്നു. കുറെ മെസ്സേജുകൾ കുറച്ച് ഓവറായി പോയി. കുറെ കാര്യങ്ങളോടെ കുത്തിക്കയറ്റി മടിപ്പിക്കുന്ന പറയില്ലേ, അതാണ് അവിടെ സംഭവിച്ചത്. ഫസ്റ്റ് ഹാഫ് ഒരു നല്ലൊരു പവർഫുൾ കണ്ടന്റാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അത് നല്ല ഇമ്പാക്റ്റോടെ തന്നെ ഡയറക്ടറും റൈറ്ററും കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ല രസമായിട്ട് തന്നെ കോമഡിയും അവര് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവര് കൺവിൻസ് ചെയ്യിപ്പിക്കും, നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളായിട്ട്. പക്ഷെ അവസാനത്തെ അരമണിക്കൂർ വീണ്ടും കുറെ മെസ്സേജുകളും വീണ്ടും കുറെ നന്മ വാരി വിതറും. അപ്പൊ നമുക്ക് മനസ്സിലാവും പടം കൈവിട്ടു പോയി. നമുക്ക് വളരെയധികം ഡ്രാഗിങ്, പ്രീച്ച് ചെയ്യാൻ ആൻഡ് അൺനെസറി ആയിട്ട് തോന്നും. ആ അവസാന നിമിഷത്തിലെ മെസ്സേജ് ഒക്കെ വേണമെങ്കിൽ റൈറ്റർ ഷാരിസ് മുഹമ്മദിന് കംപ്ലീറ്റ്ലി വേറൊരു സിനിമയ്ക്ക് വേണ്ടി എഴുതായിരുന്നു. പക്ഷെ എല്ലാം ഇതിൽ തന്നെ കുത്തിക്കയറ്റി. ഇന്ന് സിനിമ വളരെ മോശമെന്നല്ല ഞാൻ പറയണത്. നമുക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് അധികം ഒന്നും ബോറടിക്കാണ്ട് നമുക്ക് എൻഗേജ് ചെയ്തു ഈ സിനിമ. അതിന് ഏറ്റവും വലിയ റീസൺ നിവിൻ പോളിയുടെ പെർഫോമൻസും കോമിക് ടൈമിംഗ് ആണ്. നമുക്ക് ആ പഴയ നിവിൻ, അല്ലെങ്കിൽ ഒരു വടക്കൻ സിനിമ സിനിമയുടെ ആ സമയത്തൊക്കെ നിവിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരു പ്രത്യേക രസം നിവിന്റെ കോമഡിയും എല്ലാം കണ്ടിരിക്കാൻ തന്നെ. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം പ്രെഡിക്റ്റബിൾ ആൻഡ് സ്ലോ ഒക്കെ ആകുമ്പോഴും ഈ നിവിന്റെ പ്രസൻസും പെർഫോമൻസ് ആണ് മാക്സിമം സിനിമയെ സേവ് ചെയ്യണത്. നിവിന് വേണ്ടി എഴുതിയ സിനിമ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ളൈ, പിന്നെ പാകിസ്ഥാനി ക്യാരക്ടർ കൈകാര്യം ചെയ്ത ആക്ടർ നന്നായിട്ടുണ്ടായി. ഷൈൻ ടോം ചാക്കോവും സലീം കുമാറും ആ ക്യാമിയോ പെർഫോമൻസ് നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് പോകുന്നുണ്ട്. കൈയടിക്കാൻ കുറെ നിമിഷങ്ങൾ ഡയറക്ടർ നമുക്ക് തരുന്നുണ്ട്. ഡയലോഗ്സും വളരെ നോട്ടബിൾ ആയിരുന്നു. അത്യാവശ്യം കുറച്ച് പ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പോലും. പിന്നെ നമ്മൾ എടുത്തു പറയണ എഡിറ്റിംഗ് കിടിലായിരുന്നു. സിനിമാറ്റോഗ്രഫി, കളർ ഗ്രേഡിങ് എല്ലാം നന്നായിരുന്നു. മ്യൂസിക്കും വളരെ നോട്ടബിൾ ആയിരുന്നു ബൈ ജേക്സ് ബിജോയ്. ഓവറോൾ ഒരു വട്ടം തരക്കേടില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി മൂവി തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ.